ടി പി മാഷി രാജു പി നായർ പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ ഇ ഡിയുടെ ഈ താല്പര്യങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന കേസുകൾ അത് നമ്മൾ എത്ര കണ്ടതാണ്. സ്വർണ്ണക്കടത്തടക്കം നമ്മൾ എത്ര കണ്ടും ചർച്ച ചെയ്താണ് ടി പി മാഷ്. ഹാഷ്മി, നേരത്തെ നിങ്ങൾ എൻ്റെ സമയത്തിനിടയ്ക്ക് എന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് കട്ട് ചെയ്തു. ഇതെത്ര നേരം നിങ്ങൾ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെ രാജു പി നായരോട് നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് എന്താ, ഈട് എന്ത് ചെയ്തു, ഈട് ഒന്നും ചെയ്തില്ല. ഞാൻ ചില തെളിവുകൾ ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയെ പ്രതിയാക്കിയിട്ടുണ്ടോ ഹാഷ്മി? അത്ര ചങ്കൂറ്റം. നിങ്ങൾ കുറേ ചർച്ച ചെയ്തതല്ലേ ആ കേസ്. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? കലൂർ PMLA കോടതിയിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അന്വേഷിച്ചാൽ പോരെ. നായരായ രാജു, മാനവികത പറയുന്ന രാജുവിനോട് ഞാൻ പറയുന്നത്, സർ, നിങ്ങൾക്ക് ഈ ചാനൽ ചർച്ചയിലുള്ള കൃത്യമായ ലക്ഷ്യം എനിക്കറിയാം. ഇതിൽ നിന്നും ചിലരെ തെറി പറഞ്ഞ് അത് കട്ട് ചെയ്ത് സ്വന്തം നാട്ടിലെ ചിലരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് താങ്കൾ ഈ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈരൊക്കെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ രാജു, നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജുവിന്റെ അവസരം വരുമ്പോ രാജു പറഞ്ഞു. രാജുവിന്റെ അവസരം വരുമ്പോ രാജു പറഞ്ഞു. രാജുവിന്റെ അവസരം വരുമ്പോ നിങ്ങളത് പറയുന്ന ആളല്ലേ? നിങ്ങളത് അപമാനമുള്ള ആളാണോ? നിങ്ങൾ അഭിമാനിക്കുന്ന ആളല്ല കാര്യത്തില്. അത് നിങ്ങൾ പറഞ്ഞ, ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ മതി രാജു, ഈ വാല് കളയാൻ. നമ്മുടെ വിഷയതല്ല. ഈ നായരായ രാജു എന്നെടുത്ത് പറഞ്ഞാൽ ഈഴവനായ ഇന്നാൾ, ഈഴവനായ മറ്റേ ജാതിയായ മറ്റേ ക്രൈസ്തവനായ അങ്ങനെ പറയാമോ? നമ്മൾ പറയില്ലല്ലോ. മോശമല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മന്നത്ത് പത്മനാഭൻ പറഞ്ഞ ചില വാക്കുകൾ ഉണ്ട് ഹാഷ്മി. കാര്യങ്ങളെങ്കിലും അവതരിപ്പിക്കുമോ? ഇരിക്കട്ടെ, നിർത്ത്. നിങ്ങൾ ചമ്മൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ അവസരം വരുമ്പോൾ പറഞ്ഞു, ഞാൻ കേട്ടിരിക്കും, ഞാൻ ഒറ്റ അങ്ങോട്ട് പറയില്ല, ഞാൻ എല്ലാം കേട്ടിരിക്കും. അതാണ് സംവാദത്തിന്റെ മര്യാദ. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടോളും. ഞാൻ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അവസരം വരുമ്പോൾ ഞാൻ കേട്ടോളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, സർ, ഈ തുടങ്ങിയോ സ്ഥിരം പല്ലവിയാണ്. ഞാനും അതിൽ വിയോജിപ്പറിച്ചു, താങ്കൾ വിയോജിപ്പറിച്ചു. അല്ല രാജു പി നായർ, ഞാനും അതിൽ വിയോജിപ്പറിച്ചു, താങ്കൾ വിയോജിപ്പറിച്ചു. ഇനിയിപ്പോ ടിപ്പി പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ബാക്കി വിയോജിപ്പ് അദ്ദേഹത്തിന്റെ അവസരം വരുമ്പോ പറയട്ടെ. ബാക്കി അവസരം വരുമ്പോ രാജു ഇത് ഇന്ദിരാഭവൻ അല്ല, ഇത് ഒരു ചാനലിന്റെ ഫ്ലോറാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാതെ, അദ്ദേഹത്തിന്റെ അവസരം വരുമ്പോ കേൾക്കാതെ, അവസരം വരുമ്പോ ഞാൻ കേൾക്കും. രാജു, നിങ്ങളുടെ അവസരം വരുമ്പോ ഞാൻ കേട്ടോളാം നിങ്ങളുടെ വേർഷൻ. ഇനി നിങ്ങൾ പറഞ്ഞു ED-യെ കുറിച്ച്. നിങ്ങൾക്കറിയുമോ സർ, 1956 മെയ് മാസം 1-ാം തീയതി ED രൂപീകരിച്ചത് ഏത് സർക്കാരാണ്? 1956 മെയ് മാസം 1-ാം തീയതി ED രൂപീകരിച്ച ഏത് സർക്കാരാണ്? അവരിന്ന് പ്രവർത്തിക്കുന്ന നിയമം മുഴുവൻ പാസ്സാക്കിയത് ആരാണ്? 3 തവണ ED-യുടെ റിഫോർമേഷൻ നടന്നിട്ടുണ്ട്. 1999, 1976 നിങ്ങൾ രൂപീകരിച്ച FERAക്ക് പകരം FEMA വിദേശ നാണയ വിനിമയ ചട്ടം അവർക്ക് ബാധകമാക്കിയത് ആരാണ്? സ്വത്ത് കണ്ടുകെട്ടാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരം കൊടുത്തത് ആരാണ്? തീർന്നില്ല. നിങ്ങളുടെ ഭരണകാലത്ത് 2005 കള്ളപ്പണം വെളുപ്പിക്കൽ, ഇന്ന് ED എടുക്കുന്ന നിയമം, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അവർക്ക് അധികാരം കൊടുത്തത് ആരാണ്? അപ്പൊ നിങ്ങൾ ഈ അധികാരമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ധരിച്ചിരുന്നത്? നിങ്ങൾ എക്കാലവും ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുമെന്നും നിങ്ങൾക്കിങ്ങനെ ഇതുകൊണ്ട് ചെയ്യാമെന്നും നിങ്ങൾ ധരിച്ചുവോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇത് വിയോജിപ്പുണ്ടെങ്കിൽ കോടതിയിൽ പോകാം. നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞു ED ഒന്നും ചെയ്തില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു AC മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഓർത്ത് നിൽക്കണ്ടേ സാർ? ഇനി എന്തിനാണ് നിങ്ങൾക്കൊക്കെയുള്ള താല്പര്യം?
നിങ്ങൾ പറഞ്ഞു ഒരു ബാങ്കിനെ കുറിച്ച്. ഒരു ബാങ്ക് അല്ല സർ ബി ജെ പി ഭരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് ബാങ്ക് ഉണ്ട്. പണം തട്ടിക്കൽ ബാങ്ക് കേസ് എവിടെയെങ്കിലും ബി ജെ പിക്ക് ഉണ്ടോ? നിയമനത്തെ കുറിച്ച് കേസ് ഉണ്ടാവാം, നിയമം നടത്തിയതിനെ കുറിച്ച് കേസുകൾ പരാതി വന്നിട്ടുണ്ടാകാം. തട്ടിപ്പ് കേസ് എന്താണ് സാർ? AR നഗർ കേസ് എന്താണ് സാർ? പുൽപ്പള്ളിയിലെ കേസ്, ശരി, സമയം കഴിയണം. അതുകൊണ്ട് ഇടപെടുന്നത് രാജുവിലേക്ക് ഒന്നും സമയമില്ല, എനിക്ക് ജയരാജ് പോകാൻ സമയമില്ല. എന്തായാലും അതാണ്, എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഈ ശബ്ദരേഖ അത് ഏത് രീതിയിൽ വികാസം പ്രാപിക്കുന്നുവെന്നും ശരത്തിനോട് വിശദീകരണം തേടുമോ എന്നും ആ ശബ്ദരേഖയുടെ അപ്പുറം ഇപ്പുറം കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നും ചില കരക്കമ്പുകൾ കേൾക്കുന്നു. നമുക്കറിയില്ല. പുറത്തേക്ക് വരികയാണെങ്കിൽ അത് പിന്നെയും ചർച്ചയാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.